ചേട്ടാ നമസ്കാരം. നമസ്കാരം. RSSന്റെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കൺവെൻഷൻ നടക്കുകയാണ്. RSSന്റെ ഉന്നത തീരുമാനമെടുക്കൽ സമിതിയായിട്ടുള്ള അഖില ഭാരതീയ പ്രതിനിധി സഭ ABPS. ഈ ABPSന്റെ കൺവെൻഷൻ ബാംഗ്ലൂരിൽ നടക്കുകയാണ്. ഈ ബാംഗ്ലൂരിൽ നടക്കുമ്പോൾ അവർ കേന്ദ്ര സർക്കാർ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രമേയത്തിൽ കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് ബംഗ്ലാദേശിനെയാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ ആക്രമണം, ബംഗ്ലാദേശിൽ അവിടെ നടക്കുന്ന പല അട്രോസിറ്റീസിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ പ്രമേയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ കൺവെൻഷൻ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാരിന് RSS കൊടുക്കുന്ന ഒരു ഉപദേശം, അല്ലെങ്കിൽ ഇതാണ് പറ്റിയ സമയം, നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ബംഗ്ലാദേശിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് ഇതിനെ വിലയിരുത്താനായിട്ട് സാധിക്കും. ബംഗ്ലാദേശിൽ ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് സമ്പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നത് 10 ലക്ഷം റോഹിംഗ്യകളാണ് അവിടെ തെരുവിലിറങ്ങി ഭക്ഷണമില്ലാതെ വലിയ രീതിയിൽ കലാപത്തിനായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, ബംഗ്ലാദേശിൽ ഒരു പട്ടാള അട്ടിമറിക്കുള്ള ഒരു സാഹചര്യം ഉയർന്നു വരുന്നു. ഇത് രണ്ട്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ സാധാരണ പട്ടാള മേധാവിമാർ, കരസേനാ മേധാവിമാരൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ ഓടി പ്രധാനമന്ത്രിയുടെ അടുത്തെത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ യൂനിസ് വഖർ ഉസ്സമാന്റെ അടുത്ത് പോയി, അതായത് കരസേനാ മേധാവി വഖർ ഉസ്സമാന്റെ അടുത്ത് പോയി ചത്തുകുത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. വഖർ ഉസ്സമാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പട്ടാള അട്ടിമറി ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തായാലും പട്ടാള അട്ടിമറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ഷെയ്ഖ് ഹസീനയെ തിരിച്ച് പ്രധാനമന്ത്രിയാക്കാൻ സാധിക്കുമെന്നുള്ള പല നിരീക്ഷണങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് RSS പറയുന്നത് അവിടെ നടക്കുന്ന അട്രോസിറ്റീസ് ഇതിനെ നിങ്ങൾ അഡ്രസ് ചെയ്യണം എന്ന് പറയുന്നത്. RSS അങ്ങനെ വെറുതെ ഒരു പ്രസ്താവന ഇറക്കില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഗൗരവപൂർവ്വം എടുത്ത് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം അവരെന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായി എന്തെങ്കിലും ഒരു ഉദ്ദേശം അവർക്ക് കാണും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ RSS ഇതുപോലെ ബംഗ്ലാദേശിലെ ഒരു പ്രസ്താവന, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവിടെ ആക്രമിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എടുത്തത്, എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത്. കേന്ദ്ര സർക്കാരിന് ഒരു താക്കീത് പോലെയാണ് ആ പ്രസ്താവന കൊടുത്തത്. എന്നിട്ട് അവരൊരു ഉദാഹരണ സഹിതം പറഞ്ഞു. അതായത് POK എന്ന് പറഞ്ഞാൽ പാക് അധീന കശ്മീർ UN കൊണ്ടുവയ്ക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ലായിരുന്നു. എത്ര നാളായിട്ട് അത് UN തൂങ്ങിക്കിടക്കുന്നു എന്നാണ് RSS പറഞ്ഞത്. അതേസമയം നിങ്ങൾ കശ്മീർ എന്താണ് ചെയ്തത്? 370 നിങ്ങൾ കൊണ്ട് UN വെച്ചോ? ഇല്ലല്ലോ. നിങ്ങൾ അവിടെ കൃത്യമായിട്ട് സൈന്യത്തിനെ ഇറക്കി, നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യത്തിന്റെ സ്ഥലമാണ്, അവിടെ നമുക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്, ആരും ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറക്കി അവിടെയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സമാനമായ രീതിയിൽ ബംഗ്ലാദേശിൽ നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ആദ്യം ചോദിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് തകർന്ന് തരിപ്പണമായി. പാകിസ്ഥാനാണെങ്കിൽ 3 പിളരാൻ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ചൈന ഇന്ത്യയോട് അടുക്കണമെന്ന് പറയുന്നു. ചൈന ഇന്ത്യയോട് നിരന്തരമായി അടുക്കണമെന്ന് ഓരോ ദിവസവും ഓരോ ആൾക്കാർ അവിടെ പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ചൈനയുടെ ഭാഗത്തുനിന്നും. നമ്മൾ ഒന്നിക്കണം. കാരണം ട്രംപിനെ നല്ല പേടിയുണ്ട് ചൈനയ്ക്ക്. ഈ താരിഫ് യുദ്ധമൊക്കെ നടക്കുന്നത് കൊണ്ട് ഇന്ത്യയാണ് ഇനി ചൈനയ്ക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത്. റഷ്യ ഇന്ത്യയുമായി വളരെയധികം അടുപ്പം പുലർത്തുന്ന ഒരു രാജ്യമാണ്. റഷ്യയും ഇന്ത്യക്ക് കട്ട സപ്പോർട്ടുമായിട്ട് രംഗത്തുണ്ട്. ഇനി അമേരിക്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അമേരിക്ക ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം UN കൊടുത്തിരിക്കുന്ന ആ ഒരു ഫണ്ടൊക്കെ നിർത്തലാക്കിയ ശേഷം ബംഗ്ലാദേശ് പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായി എന്ന് നമുക്ക് പറയേണ്ടി വരും. WHO കൊടുത്തിരിക്കുന്ന ഫണ്ട് നിർത്തലാക്കിയ ശേഷം ബംഗ്ലാദേശ് തകർന്ന് തരിപ്പണമായി എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ സാഹചര്യത്തിൽ, തീർത്തും ദുർബലമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവരെ അഡ്രസ് ചെയ്യണം എന്ന് RSS പറയുമ്പോൾ പല ആൾക്കാരുടെ നിരീക്ഷണങ്ങൾ ഞാൻ കണ്ടതാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ചിക്കൻ നെക്കൊക്കെ വികസിപ്പിക്കണമെന്ന് വളരെ വലിയ ആഗ്രഹമുണ്ട്. ചിക്കൻ നെക്കിൽ അവിടെ ബംഗ്ലാദേശിൽ കിടക്കുന്ന 2 സംസ്ഥാനങ്ങളടക്കം പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചിക്കൻ നെക്ക് വികസിപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കോൺസ്പിറസി തിയറികൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഒരു ഡോക്ടറേറ്റ് പോലെയാണ്, ഇന്ത്യക്ക് ഉള്ളൊരു രഹസ്യമായിട്ടുള്ള ഒരു അജണ്ട പോലെയാണ്. അത് പരസ്യമായിട്ടുള്ള രഹസ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിലേക്കാണോ RSS യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്നത്? ഇതാണ് പറ്റിയ സമയം, നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണോ ഈ പ്രമേയത്തിലൂടെ RSS കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന നിർദ്ദേശം? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് നടക്കുന്നത്. അതായത് കാര്യകർത്താക്കളുടെ ഒരു മീറ്റിംഗ് 2025 ഡിസംബർ 2026 വരെയാണ് 100ാം വാർഷികം ആഘോഷിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് എല്ലായിടത്തും RSS ശാഖകൾ സജീവമാക്കുക, ഇല്ലാത്തടത്ത് പുതിയതായി തുടങ്ങുക, പുതിയ കർമ്മ പദ്ധതികൾ, ഇതൊക്കെയാണ് ഈ ബൈഠക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം തന്നെ ആഗോള തലത്തിലേക്ക് നോക്കുമ്പോൾ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം, അതിപ്പോ ബംഗ്ലാദേശിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം അമേരിക്കയിലും കണ്ടു ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയും മറ്റുമൊക്കെ ആക്രമണം നടക്കുന്നത്. കാനഡയിൽ ഖാലിസ്ഥാൻ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ലോകത്തെ മുഴുവൻ ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിനെതിരെ ഒരു പ്രതിഷേധം ഉയരുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്താണ് ഈ പ്രതിഷേധത്തെ ഏറ്റുപിടിച്ച് മുൻനിരയിൽ നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ RSS കൂടെ സജീവമാകുന്നു. ഇതിൽ എടുത്ത് പറയുന്ന ഒരു കാര്യം ബംഗ്ലാദേശ് ഇഷ്യൂ ആണ്. ഈ ഒരു പ്രസ്താവന വന്നതിന്റെ തൊട്ട് അടുത്ത ദിവസം ബംഗ്ലാദേശിൽ ജയിലിൽ
കഴിയുന്ന ഇസ്കോണിന്റെ സ്വാമി സ്വാമി ചിന്മോയ് ദാസ് അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി നാം വരുന്നുണ്ട്. അദ്ദേഹം അവിടെ ഉം. നിരാഹാര സമരം ആരംഭിക്കുമ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ബംഗ്ലാദേശിൽ തള്ളിവിടുന്നത്. കാരണം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ബംഗ്ലാദേശിലേക്ക് തിരിയും. കാരണം ഇസ്കോൺ എന്ന് പറയുന്ന സംഘടന വെറും ഒരു ചെറിയ സംഘടനയല്ല, ഇന്ത്യയിൽ മാത്രമുള്ള ഒരു സംഘടനയല്ല. അവര് റഷ്യയിലും യൂറോപ്യൻ യൂണിയനിലും അടക്കം പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വലിയൊരു സംഘടനയാണ്. അതിൽ ഹിന്ദുക്കൾ മാത്രമല്ല, ഈ കൃഷ്ണ ഭക്തരായിട്ടുള്ള മറ്റു മതത്തിൽ പെടുന്നവരുമൊക്കെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, കാരണം നമുക്ക് കാണാം ഇസ്കോണിന്റെ പല പരിപാടികളും വിദേശികളാണ് സ്വദേശികൾക്ക് കൂടുതലും പങ്കെടുക്കാറൊക്കെ ഉള്ളത്. ഇതിനിടയിലാണ് നമ്മൾ തുളസി ഗബ്ബാറിന്റെ ഒരു പ്രസ്താവന കൂടി വന്നു, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾ അവസാനിപ്പിക്കണമെന്ന്. അപ്പോൾ ഈ സ്വാമി ഇപ്പോൾ നടത്തുന്ന നിരാഹാര സമരം അത് വലിയ രീതിയിലുള്ള ഭവിഷ്യത്ത് ഉണ്ടാക്കി വെക്കും. അതിനിടയിലാണ് ഇപ്പൊ ധനുഷ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുഹമ്മദ് യൂനസ് പോയിട്ട് ഈ വക്കാർ ഉസ്മാനുമായിട്ട് ഒരു കൂടിക്കാഴ്ച, സൈന്യ മേധാവിയായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോകാനുണ്ടായ ഒരു കാരണം ഇതാണ്. അതായത് ഒരു ഭാഗത്ത് ഇന്ത്യയിലെ RSS പോലെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ ഹൈന്ദവ സംഘടന ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകണമെന്ന് ഉറക്കെ ആവശ്യപ്പെടുകയും അത് RSSന്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, ഇന്ത്യ ഭരിക്കുന്ന ഒരു സർക്കാർ അത് ചെവിക്കൊള്ളുകയും കൂടി ചെയ്യുമ്പോൾ മറുഭാഗത്ത് ബംഗ്ലാദേശിൽ തന്നെ അതിനെ നട്ടലൊടിക്കുന്ന രീതിയിലേക്കാണ് ഇസ്കോണിന്റെ ആ സ്വാമി നിരാഹാരത്തിലേക്ക് പോകുന്നത്. ഒപ്പം പഴയതുപോലെ അല്ല ഇപ്പൊ കാര്യങ്ങൾ. ബൈഡന്മാര് ട്രംപ് വന്നതോടുകൂടി തന്നെ ബംഗ്ലാദേശിനുള്ള ഫണ്ട് നിർത്തുക മാത്രമല്ല, ഇന്ത്യ ഇപ്പൊ കൂടെ നടത്തേണ്ടത് മറ്റാരേക്കാളും വലിയ ആവശ്യം ട്രംപിന് തന്നെയാണ്. കാരണം ഈ താരിഫ് യുദ്ധമൊക്കെ ശക്തമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമായാൽ ട്രംപിന് പിന്നെ ഈ ഏരിയയിലേക്ക് അല്പം ബുദ്ധിമുട്ടാകും വാണിജ്യപരമായ കാര്യങ്ങൾക്ക്. അത് തടയിടുന്നതിന് വേണ്ടി പല വിട്ടുവീഴ്ചകൾക്കും അദ്ദേഹം തയ്യാറായേക്കും. ഏതായാലും ഏപ്രിൽ 2-നാണ് അദ്ദേഹം താരിഫ് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് നേരത്തെ മുതൽ ഉണ്ടാകും എന്നുള്ളത് അതായിരുന്നു നമ്മൾ കേട്ടിരുന്ന വാർത്ത. ഇതിനകത്ത് അമേരിക്കയുടെ ഒരു ഭാഗത്തു നിന്ന് ഒരു സഹായം ഈ ബംഗ്ലാദേശ് വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായത് ട്രംപ് വന്നപ്പോഴും ഇപ്പൊ തുളസി ഗബ്ബാർ വന്നപ്പോഴും ഒക്കെ. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ചൈനയുടെ മൗനം അതും ഇന്ത്യക്ക് ഒരു കാരണം ഇന്ത്യ ഇപ്പോൾ ഒരു നിർണായകമായ റോളിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ചൈനയ്ക്കും ഇന്ത്യ പിണക്കാൻ കഴിയില്ല, അമേരിക്കയ്ക്കും ഇന്ത്യ പിണക്കാൻ കഴിയില്ല. ഈ രണ്ട് ശക്തികൾക്കും പിണക്കാതിരിക്കുന്നിടത്തോളം കാലം ബംഗ്ലാദേശ് വിഷയം വളരെ സ്മൂത്ത് ആയിട്ട് പരിഹരിക്കാൻ കഴിയും. അത് തന്നെയാണ് RSS സൂചിപ്പിച്ചത്. ഇതിനേക്കാൾ പറ്റിയ സമയം വേറെ ഒന്നുമില്ല, വളരെ സുന്ദരമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യാമെന്നുള്ളത്. ഇതിനകത്ത് ചിറ്റഗോങ് മേഖലയൊക്കെയാണ് ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള മേഖല ബംഗ്ലാദേശിന്റെ. അതിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കണമെന്ന് അവിടെ ഉള്ള ഒരു ചെറിയ ആവശ്യം മുമ്പ് തൊട്ടേ ഉള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രക്ഷോഭം അവിടെ രൂപപ്പെടുകയാണെങ്കിൽ ഈ ചിക്കൻ നെക്കും ചിറ്റഗോങ്ങും ഉൾപ്പെടെയുള്ള ഒരു പ്രദേശം ഒരു സ്വതന്ത്ര പ്രദേശമായി മാറാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. അപ്പൊ അങ്ങനെ ഒരു സ്വതന്ത്ര രാജ്യമാകാതിരിക്കണമെങ്കിൽ ഈ മുഹമ്മദ് യൂനസ് നാട് വിടേണ്ടി വരും, ഇപ്പോഴുള്ള ഭരണകൂടം താഴെ പോകേണ്ടി വരും, പഴയതുപോലെ ഷേഖ് ഹസീന വരേണ്ടി വരും. അങ്ങനെ ഷേഖ് ഹസീന വരിക എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഷേഖ് ഹസീനയ്ക്ക് വന്നുപോകാൻ പറ്റില്ല, പകരം ഒരു പട്ടാള അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടി വരും. അങ്ങനെയാണോ ഇത് നീങ്ങുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പട്ടാള അട്ടിമറിയിലൂടെ ഈ മുഹമ്മദ് യൂനസ് ഭരണകൂടത്തെ താഴെ ഇറക്കിക്കൊണ്ട് ഷേഖ് ഹസീന താൽക്കാലികമായെങ്കിലും ഭരണാധികാരിയായി വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ തൽക്കാലമായി ഒന്ന് പരിഹരിക്കപ്പെടും. ഇല്ല എങ്കിൽ പാകിസ്ഥാന് പിന്നാലെ വിഭജിക്കപ്പെടുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് മാറും, പ്രത്യേകിച്ച് ഈ ചിറ്റഗോങ് അടക്കമുള്ള ഇടങ്ങൾ. കാരണം അവിടെ നേരത്തെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളാണിത്. അങ്ങനെയാണെങ്കിൽ 1-2 സ്റ്റേറ്റുകൾ ഇന്ത്യയുടെ ഭാഗത്തേക്ക് നിൽക്കുന്ന തരത്തിൽ മാറിയേക്കാം. ഇന്ത്യയിലേക്ക് ലയിക്കുമെന്ന് അല്ല പറയുന്നത്, ഇന്ത്യയുടെ ഭാഗത്തേക്ക് മാറിയേക്കാം, ഹിന്ദുക്കളെ കുറച്ചുകൂടെ സേഫ്റ്റി ആക്കാൻ വേണ്ടി. കാരണം ഇനി ഒരു ഹിന്ദുക്കൾക്ക് നേരെ ഇനി ഒരു ആക്രമണം ബംഗ്ലാദേശിൽ നടന്നു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവരുടെ ഇന്റർനാഷണൽ തലത്തിൽ അവർക്ക് ഉണ്ടാകുന്ന ഡാമേജ് ചെറുതല്ല, വലിയതാണ്, വലിയ ഡാമേജ് തന്നെയാണ്. കാരണം ഇന്ന് പാകിസ്ഥാന് ഈ പല ഫണ്ടുകളും പല സഹായങ്ങളും കിട്ടാത്തതിന്റെ ഒരു പ്രധാന കാരണം അവർ ഈ ന്യൂനപക്ഷ പീഡകർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അവരുടെ പല പല റിപ്പോർട്ടുകളും അത്തരത്തിലാണ് പോകുന്നത്. അത് വലിയൊരു ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇന്ന് പാകിസ്ഥാനിൽ വിരലെണ്ണാവുന്നവർ പോലും ഇല്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. അപ്പൊ ബംഗ്ലാദേശിലും അത്തരത്തിലാണ് തുടരുന്നതെങ്കിൽ അതിന്റെ ഒരു തിക്തഫലം ഭയങ്കരമായിരിക്കും. ഇത് യൂനസിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല, യൂനസിന് ഇത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് RSS പറയുന്നത് ഇതാണ് ഏറ്റവും നല്ല അവസരം. നമ്മളോടൊപ്പം ചൈന ആയാലും അമേരിക്ക ആയാലും എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ഏകദേശം ഒരുപോലെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ശക്തമായ ഒരു നടപടി എടുക്കണം. ശക്തമായ നടപടി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു അറ്റാക്ക് ആകാം, ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ. പക്ഷെ അങ്ങനെ സർജിക്കൽ സ്ട്രൈക്ക് നടത്താനും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. കാരണം അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു പ്രകോപനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അവിടെ എന്താണ് ഇനി നടക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഈ പട്ടാള അട്ടിമറിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണ്. ഒരുപക്ഷെ നമ്മൾ ഈ പട്ടാള അട്ടിമറിയുടെ കാര്യം ഉള്ള വാർത്തകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി അതിന് പിന്നിൽ കേട്ടിരുന്നത് ഇന്ത്യയാണ് അതിന്റെ പിന്നിൽ. ഈ അരക്കൻ ആർമി വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് വാർത്ത വന്നത്, ഇന്ത്യയാണ് അതിന്റെ പിന്നിൽ നിന്ന്. ഒരുപക്ഷെ അങ്ങനെ ഇന്ത്യയുടെ സഹായത്തോടു കൂടി
വീണ്ടും ഒരു പുതിയ ഭരണസമിതി വരാനുള്ള സാഹചര്യം കൂടുതലാണ്. കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവിടുത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കേണ്ടത് RSS എന്ന ഒരു സംഘടനയ്ക്ക് അനിവാര്യമായ ഒരു ഘടകമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പശ്ചിമ ബംഗാൾ മമതാ ബാനർജി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു റാലി നടത്താൻ പോകുന്ന ഒരു വാർത്ത ഇതിനോടൊപ്പം വരുന്നുണ്ട്. ഇതുവരെ മിണ്ടാതിരുന്നതാണ് മമതാ ബാനർജി. ഇപ്പൊ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു റാലി, അതിപ്പോ ഐക്യദാർഢ്യ റാലി രാമനവമിക്ക് നടത്താൻ പോകുന്നു. രാമനവമിക്ക് 2 കോടി ഹിന്ദുക്കള് 2000 റാലിയിൽ പങ്കെടുക്കുമെന്ന് സുവേന്ദു അധികാരി പറഞ്ഞിട്ടുണ്ടല്ലോ. ചിലപ്പോ അതിൽ ഭയന്നിട്ട് കൂടെ ആയിരിക്കാം. അതിൽ ഭയന്നു എന്ന് മാത്രമല്ല, ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ്. ഇനിയും മാറി കഴിഞ്ഞാൽ പണി ഉം. പാളും. കാരണം ഈ ബംഗ്ലാദേശി ഹിന്ദുക്കളാണ് കൂടുതലും, അല്ല ബംഗാൾ ഹിന്ദുക്കളാണ് കൂടുതലും ബംഗ്ലാദേശിൽ ഉള്ളതും. അവരുടെ പിന്തുണക്കാരും ബന്ധുക്കളും ഒക്കെ തന്നെയാണ്. അപ്പം അവരെ ഒഴിയുക എന്ന് പറഞ്ഞാൽ, അത് മാത്രമല്ല ഇസ്കോൺ വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഈ വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഇതൊക്കെ കൊണ്ടായിരിക്കും മമതാ ബാനർജി, ഞാൻ ശരിക്കും പറഞ്ഞത് കണ്ട് ഞെട്ടിപ്പോയി. കാരണം അവരാദ്യമായിട്ടാണ് ഇത്രയൊക്കെ വിഷയം ഉണ്ടായതിനു ശേഷം അവര് തന്നെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ, ഹിന്ദുക്കൾ എന്ന് അവർ പറയുന്നില്ല, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഒരു റാലി നടത്തുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാകണം മുഹമ്മദ് യൂനുസിന്റെ നീക്കവും. ഏതായാലും RSS ഉചിതമായ ഒരു സമയത്താണ് ഉചിതമായ ഒരു നിർദ്ദേശം കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശം മറികടക്കാൻ എന്തായാലും കേന്ദ്രത്തിന് കഴിയുകയുമില്ല. ഒരുപക്ഷെ ഇതിന്റെയൊക്കെ ഒരു ബ്ലൂ പ്രിന്റ് നേരത്തെ തന്നെ കേന്ദ്രം തയ്യാറാക്കിയിട്ടുണ്ടാകും, എന്താണ് ഇനി ബംഗ്ലാദേശിൽ ചെയ്യാൻ പോകുന്നതെന്നും ചെയ്യുന്നതെന്നും. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടി ആകണം ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രമേയം ഇവർ പാസ്സാക്കിയിരിക്കുന്നത്. RSSന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർ പ്രമേയം പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ കാര്യങ്ങൾ നീക്കിയിരിക്കും. നീക്കിയതിന് ശേഷമാണ് അവർ പ്രമേയങ്ങളും അവരുടെ അജണ്ടകളും ഒക്കെ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോ ഇന്ത്യ മുഴുവൻ എല്ലാ ഗ്രാമങ്ങളിലും RSSന്റെ ശാഖകൾ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 70% സ്ഥലത്തെങ്കിലും അത് രൂപീകരിച്ചതിന് ശേഷമായിരിക്കും അവർ പ്രമേയത്തിൽ പറയുന്നത്. ഞങ്ങളുടെ ആഗ്രഹം അതാണ്, 100% എല്ലായിടത്തും. അപ്പോഴത്തേന് 70 ഓൾറെഡി ആയി കഴിഞ്ഞിരിക്കും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരു പ്രമേയം അവർ മുൻപോട്ട് വെക്കുമ്പോൾ ഓൾറെഡി അതിനുള്ള നീക്കങ്ങളെല്ലാം അവർ നടത്തിയിരുന്നു. കാരണം അത് പറയാനുള്ള ഒരു കാരണം, ഇതിപ്പോ ആദ്യമായിട്ടല്ല പറഞ്ഞത്. കൃത്യം ഒരു 7-8 മാസം മുമ്പ് എനിക്ക് ദത്താത്ര ഹൊസബാള, RSSന്റെ മറ്റൊരു മുതിർന്ന നേതാവ് ദത്താത്ര ഹൊസബാള തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല, അവരുടെ ഒപ്പം തന്നെ നിന്നേ മതിയാവും, ഞങ്ങൾ നിൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാണ്. അതിന്റെ സമാനമായിട്ട് തന്നെയാണ് നമുക്ക് ഈ പ്രമേയത്തെ കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ കൂടുതൽ സേവന പ്രവർത്തനങ്ങളിലേക്കൊക്കെ RSS ഇറങ്ങുന്നു എന്നുള്ളതാണ്. അടുത്ത പ്രമേയങ്ങളൊക്കെ വരുന്നത്. എല്ലാ വിഷയങ്ങളും പ്രമേയം ഉണ്ടാവും. ഈ പ്രമേയം എങ്ങനെയാണ് RSS കൊണ്ടുവരുന്നത്, അവരുടെ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രമേയം കൊണ്ടുവരുന്നതിന് നാളുകൾക്ക് മുമ്പേ തന്നെ അതിനുള്ള കാര്യങ്ങൾ അവർ തുടങ്ങി വെച്ചിരിക്കും. അങ്ങനെയാണ് ഈ പ്രമേയം കൊണ്ടുവരുന്നത്. അല്ലാതെ സാധാരണ രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഇന്ന് പ്രമേയം കൊണ്ടുവന്നിട്ട് ഇനി നമുക്ക് അതേപോലെ പ്രവർത്തിക്കാം എന്നുള്ളതല്ല, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, പിന്നെ പ്രമേയം കൊണ്ടിരുന്നു എന്നുള്ള രീതിയാണ്. അത് മാത്രവുമല്ല, 1-2 വർഷത്തേക്കുള്ള പ്രമേയമായിരിക്കില്ല, 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ 25 വർഷത്തേക്കോ ഒക്കെ ഉള്ള പ്രമേയമാണ്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ പൊളിറ്റിക്കൽ പ്രമേയം 25 വർഷത്തേക്കായിരിക്കും. അതായത് 20 വർഷം കഴിഞ്ഞ് കേരളം പിടിക്കാം എന്നുള്ളതായിരിക്കാം അവരുടെ ഒരു ഇത്. നമുക്കത് അറിയില്ല, പക്ഷെ അവരത് ഒരിക്കലും പറയാറുമില്ല. അപ്പൊ ഈ പ്രമേയങ്ങൾ വരുമ്പോൾ നമ്മൾ കരുതേണ്ട കാര്യം, ആലോചിക്കേണ്ട കാര്യം, ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഒരുപക്ഷെ ബംഗ്ലാദേശിന്റെ ഇഷ്യൂസ് നേരത്തെ മുതൽ, ഇപ്പം പിന്നെ നമ്മുടെ ഷേഖ് ഹസീന പോയതിന് മുൻപ് തന്നെ ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായിരുന്നു. അവിടുത്തെ നമ്മൾ ദുർഗാ പന്തികൾ ആക്രമിക്കുക, ഹിന്ദു നേതാക്കന്മാരെ കൊല്ലുക ഒക്കെ. പക്ഷെ അപ്പോ മുതൽ എടുത്ത ചില പദ്ധതികളും കാര്യങ്ങളും ആയിരിക്കാം. അപ്പൊ അത് കേന്ദ്രത്തിനോട് കൂടി ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കും അതിന്റെ കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പൊ നിലവിൽ അവിടെ ഹിന്ദുക്കൾക്കെതിരെ ഒന്നും വലിയ കൊള്ളിവെപ്പും കൊലപാതകവും ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇനി എങ്ങനെയാണ് മുമ്പോട്ടെന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവിടുത്തെ വിഘടനവാദികൾക്കും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കൈവിട്ടു പോകുന്നു, പോയി കഴിഞ്ഞാൽ പഴയതുപോലെ ആകില്ല എന്നൊരു തോന്നൽ അവർക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.